നമസ്കാരം, തിരുവനന്തപുരത്താണുള്ളത്. ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ ഒരു യാത്ര പോവുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 5:55 കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ കറക്റ്റ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണുള്ളത്. ഇവിടെ ഇത്രയും തിരക്കാണ് കേട്ടോ രാവിലെ. കാരണം വന്ദേ ഭാരത്, വേണാട്, അങ്ങനെ ഒരുപാട് ട്രെയിനുകൾ രാവിലെ ഈ സമയത്ത് പുറപ്പെടാനുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ ഒരു റോഡ് മുറിച്ച് കിടന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകണം. സമയം ഇപ്പോൾ കറക്റ്റ് 5:15. നമ്മളിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരൊക്കെ വന്നിട്ട് റൂം പോകണം, എവിടെ പോകണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ വണ്ടി ഇറങ്ങിയതാണ് അവർ വിചാരിക്കുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ മഴ പെയ്യുന്ന നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാം. നമ്മുടെ ട്രെയിൻ മിക്കവാറും 3-4 പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും മിക്കവാറും പുറപ്പെടുക. റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെ ഒരു ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേൻ്റെ റിട്ടയർ റൂമൊക്കെ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെയാണ് ഡോർമെട്രീസ് ഒക്കെ വരുന്നത്, റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്. ഇവിടെ ഉള്ളത് മാംഗ്ലൂർ തിരുവനന്തപുരം എക്സ്പ്രസ്സാണ്. അതിനിപ്പോൾ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ചും ഇത് തന്നെയാണ് വരുന്നത്. D11 തിരുവനന്തപുരം കോഴിക്കോട്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 120-76. തിരിച്ചു വരുമ്പോൾ 120-75. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും കയറിയേക്കാം. വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു സമയത്ത്. ഇതിലേ കയറി വരേണ്ട ആൾക്കാർ വരണത്രേ. (42-43). അതായത് ഒരു വിൻഡോയും ഒരു മിഡിലാണ്. ഇത് രണ്ടുമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. എന്തോ ഭാഗ്യം. തൊട്ടിപ്പുറത്ത് വേണാട് എക്സ്പ്രസ് ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫുട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു എന്താ വരാത്ത ചെറിയൊരു ടേബിൾ ഉണ്ട്. സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ വന്നാൽ തന്നെ ഭാഗ്യമാണ്. വളരെ പഴഞ്ചൻ കോച്ചല്ലേ. പിന്നെ ഇവിടെ ഒരു വെള്ളം വെക്കേണ്ട ഒരു സംഭവമുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പുഷ് ബാക്ക് സീറ്റൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ചെയർ കാറിലേക്ക് എത്തണം പുഷ് ബാക്കിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടണമെങ്കിൽ. ഒരാഴ്ച മുന്നെയാണ് ഞങ്ങൾ ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. 500-ന് മുകളിൽ സീറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വിൻഡോയും പിന്നെ മറ്റേതിന് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, നോ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് കിട്ടിയത്. അടുത്തടുത്ത് തന്നെ എന്തോ കിട്ടി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ എറണാകുളം വരെ ഒരാൾക്ക് വന്ന് ചാർജ് വാങ്ങാൻ സെക്കൻഡ് സീറ്റ് 130 രൂപയാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് പോകുന്നതിന് തലേ ദിവസം ഇന്നലെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ടിക്കറ്റ് അവൈലബിലിറ്റി വെറുതെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ എത്ര 250. എന്താണെന്ന് അറിയില്ല വെയിറ്റ്. ഈ 250 എടുത്തവർക്കെന്ന് വെച്ചാൽ കൺഫേം ആവാൻ ചാൻസ് ഒന്നും കുറവാണ്. കാരണം എന്താ പറയുക, അവർ ഓൺലൈനാ എങ്ങനെ ടിക്കറ്റ് എടുത്താലും. അതായത് എറണാകുളത്തേക്ക് ഒരു 130 അതിലുള്ളൂ. അതിൽ അവർക്ക് തത്കാലം വെയിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തത്കാലമല്ല, ഇനി നോർമൽ വെയിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ 130-ൽ 60 രൂപ പിടിക്കും. 60 രൂപ പിടിച്ചിട്ട് ബാക്കി എത്ര പോലെ കിട്ടാനാണ്? അതെല്ലാം ക്യാൻസലേഷന്റെ ചാർജ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറയാൻ അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് പറയാനുള്ളത്, ഒറ്റ സ്ഥലത്ത് ചാർജിങ് സോക്കറ്റ് ഇല്ല. ഇത് കോഴിക്കോട് വരെ നമ്മൾ അന്ന് യാത്ര ചെയ്ത സമയത്തായാലും നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടപ്പാട്. അതാണെങ്കിൽ ആ ഒരു ഡോറിൻ്റെ ഭാഗത്ത് ഒരു ചാർജിങ് പോയിന്റ് മാത്രമുണ്ട്. അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. തിരുവനന്തപുരം സെൻട്രൽ ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TVC എന്നാണ്. ഇവിടെ ടോട്ടലി 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണിത്. WP7 ഗാസിയാബാദ് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെയാണ് ഒരു ലോക്കോമോട്ടീവ് വരുന്നത്. ലോക്കോണായി നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു ഡൗട്ട് വരാറുണ്ട്. ഇതിൻ്റെ SL1-ഉം SL2-ഉം സ്ലീപ്പർ ക്ലാസ് ആണോ എന്ന്. ഇതാണ് ഇതിൻ്റെ SL1. നോർമലി സീറ്റിംഗ് തന്നെയാണ് കേട്ടോ, സ്ലീപ്പർ ക്ലാസ് ഒന്നും അല്ല. നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, നമ്മുടെ അതേപോലത്തെ സീറ്റുകൾ തന്നെയാണ്. ഇവിടെ ഇതാ ജനശതാബ്ദി എക്സ്പ്രസ് എന്നുള്ളൊരു
കോഴിക്കോട്, തിരുവനന്തപുരം കോഴിക്കോട്. തിരുവനന്തപുരത്തിൻ്റെ അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇവിടെ കോഴിക്കോടിൻ്റെ അടുത്തൊരു ഹൗസ് ബോട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 120-76 തിരുവനന്തപുരത്തോടും ആലപ്പുഴ കോഴിക്കോട് വരെ പോകുന്ന ദേശാഭിമാനി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 4ാമത് പ്ലാറ്റ്ഫോമിൽ നിന്ന് 5 ചെയർകാറിനാണ് നിങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 430 രൂപയാവും. ഇതാണ് ഇതിൻ്റെ ചെയർകാർ. ഈ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ശരിക്കുള്ള ഒരു ലിവറി പറഞ്ഞ ഇതാണ്. ബാക്കി എല്ലാത്തിനും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് യഥാർത്ഥ ആ ഒരു നീലയും വെള്ളയും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കോച്ചിലോട്ട് തന്നെ പോവാം. 5:55 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ 3 മിനിറ്റ് ഡിലേ ആയി 5:58 പുറപ്പെട്ടത്. തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും ഇടയിൽ ഈ ട്രെയിന് 10 സ്റ്റോപ്പാണുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളത്തിൻ്റെ ഇടയിൽ 5 സ്റ്റോപ്പ്. മാവേലിൻ്റെ അനൗൺസ്മെൻ്റാണ് ഈ കേൾക്കുന്നത്. മാംഗ്ലൂർ തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത് സ്റ്റോപ്പുള്ളത് വർക്കലയിലാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പുറപ്പെടുന്ന വേണാട്, വന്ദേ ഭാരത്, ജനശതാബ്ദി ഈ 3 ട്രെയിനിലും, അതായത് നമ്മുടെ പരശുറാം എക്സ്പ്രസ് ഇവിടെ ഉണ്ട്, ഈ ട്രെയിനിലും ട്രിവാൻഡ്രത്ത് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എത്ര മണിക്ക് ഉറങ്ങിയെഴുന്നേക്കണം. ഞങ്ങളെല്ലാം 3:30 ഉറങ്ങിയെഴുന്നേറ്റത്. 3:30 ഉറങ്ങി എണീറ്റ് ഫ്രഷായി ഒരു 4:45 നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5 മണി 5:15 ആകുന്ന സമയത്ത് നല്ല ഉറക്കം വരും കേട്ടോ. ട്രെയിനിൽ കയറുന്ന സമയത്തുണ്ടല്ലോ, മിക്കവാറും നമ്മൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ കൊല്ലം ആ പറഞ്ഞ കായംകുളത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ ഉറങ്ങിയ ശീലമുണ്ട് കേട്ടോ. അങ്ങനെ ഉറക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു വന്ദേ ഭാരതിനെ കിട്ടില്ലേ? തിരുവനന്തപുരം നോർത്ത്. ഈ വന്ദേ ഭാരതിൻ്റെ പകുതിയാണ് അവിടെ കണ്ടത്. ഈ ട്രെയിൻ ഒരു 80 km/h സ്പീഡിൽ കയറുമ്പം തന്നെ നല്ല രീതിയിൽ വൈബ്രേഷനാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടത് വളരെ പഴഞ്ചൻ ഗ്ലാസ്സുകളാണ്. ഒത്തിരി സ്ക്രാച്ചാണ്, ചളിയാണ്, തുറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ അധികം വലിയ വെയിലൊന്നും കൊണ്ടുമില്ല, കാരണം ഇതിനൊരു കുറച്ചൊരു ബ്ലാക്ക് ഇതുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഈ പോകുമ്പോഴാണ് ഈ ഭയങ്കര വൈബ്രേഷൻ വരിക. നല്ല ഇളക്കമാണ്. ഈ ക്യാമറയിലൊന്നും മനസ്സിലാവില്ല, ഇത് നല്ല വൈബ്രേഷൻ. സമയം 6:35. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാണ് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളില്ലേ, അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട്, അത് ഞങ്ങൾ നോക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. വേർ ഈസ് മൈ ട്രെയിൻ.
വേരിയസ് ട്രെയിൻ ഉപയോഗിക്കാത്തവരാരായിട്ടും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മുടെ സ്റ്റേഷൻ കഴിഞ്ഞത് വർക്കല ശിവഗിരിയാണ്. അത് നമുക്ക് നോക്കാം ലൊക്കേഷൻ. അപ്പം നമ്മുടെ വണ്ടി ഓൾറെഡി അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത്, അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിച്ചേരാണ്ട് കൊല്ലം ഭാഗത്തുനിന്ന് MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം. അതിപ്പം ഏകദേശം എത്താനായി നമ്മുടെ അപ്ഡേഷൻ നോക്കും. ഇതിൻ്റെ അപ്ഡേഷൻ നോക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ലൈവ് ലൊക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർക്കലയിലേക്ക് ഇപ്പോൾ വരാനുള്ളത് ഈ ഒരു ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അതിപ്പോൾ ഇവിടെ എത്തും. ഞാൻ വിൻഡോ തുറക്കുമ്പോഴത്തേക്കും ലോക്കോമോട്ടീവ് പോയി പൂക്കളൊക്കെ ഉണ്ടല്ലോ, ആലയാണ് മുഴുവനും. പരവൂർ കായൽ എന്തൊരു ശാന്തം. ഇത്ര നേരം നല്ല മഴയായിരുന്നു, അപ്പോൾ മഴയൊക്കെ മാറി. നമ്മുടെ കൊല്ലെത്തുന്ന സമയത്ത് മലബാർ എക്സ്പ്രസിനെ കാണാം. ട്രെയിൻ ഇപ്പോൾ കൊല്ലത്തേക്ക് തിരികെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ല വലിയൊരു കറൂവ് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് നമ്മൾ കറക്റ്റ് ഉള്ളത് ഈ ഒരു കോച്ച് ഉള്ളത് നടുഭാഗത്താണ്. ഇപ്പോൾ ഒട്ടിച്ച ഈ സ്റ്റിക്കറില്ലേ, അത് റിമൂവ് ചെയ്യുമ്പോഴാണ് ഈ ട്രെയിൻ പുതിയ കോലത്തിലാവും ഈ കോച്ച്. കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ റെനോവേഷനൊക്കെ നമുക്ക് കാണാം. നല്ല രീതിയിലാണ് അവിടെ വർക്കൊക്കെ എടുക്കുന്നത്. സമയം 7:05 7:05 ഇവിടെ കൊല്ലത്തേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ കാണുന്ന തന്നെയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നത്. ഈ കാണുന്നത് ഇവിടെ മലബാർ എക്സ്പ്രസ്. ബാംഗ്ലൂർ തിരുവനന്തപുരം. കൊല്ലത്തെത്തിയ സമയത്ത് ഞങ്ങൾ ട്രെയിൻ തന്നെ രാവിലെ കഴിക്കേണ്ട ഇഡ്ഡലി ഇവിടെ വാങ്ങിച്ചിരിക്കുകയാണ്. 40 രൂപയാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ 120, 26, TVC, നമ്മുടെ കാലിക്കറ്റ് ജനശതാബ്ദി എക്സ്പ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 40 രൂപയാണ്. ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇതുവരെ ട്രെയിൻ നമ്പറിന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ. അതുപോലെ തന്നെ ഇഡലി വടയാണെങ്കിൽ ഇതുപോലെ ചട്നിൻ്റെ സാമ്പാറും കഴിക്കാതെ 3 ഇഡലിയും 1 വടയുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. വണ്ടി അടുത്ത റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും ഇത് കഴിച്ച് കഴിയാം. മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം എത്തും. ഈ ഒരു വളവോടുകൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ്.
കുണ്ട്രോത്തുരുത്ത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ 2 ദിവസം മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. ട്രെയിൻ അങ്ങനെ കായംകുളത്തേക്ക് തിരികെയാണ്. കായംകുളം ജംഗ്ഷനാണ് തൊട്ട് മുന്നിൽ. സമയം 7:43. കായംകുളം ജംഗ്ഷൻ. കായംകുളത്ത് ഇവിടെ എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ആലപ്പുഴ വഴിയാണ്. കായംകുളം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് എറണാകുളത്തേക്ക് കോട്ടയം വഴിയും റൂട്ടുണ്ട്, ആലപ്പുഴ വഴിയും റൂട്ടുണ്ട്. പിന്നെ നേരെ കൊല്ലത്തേക്കുള്ള ഈ ഒരു റൂട്ടും 3 ലൈൻ വന്നില്ലേ ജംഗ്ഷനായി. അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. ട്രെയിൻ ഇപ്പോൾ 100 km/h സ്പീഡിൻ്റെ മുകളിലാണ് പോകുന്നത്. 110 തന്നെയാണ് ഇത് പോകുന്നത്. സമയം 7:58. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തീ. ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ്. ഇത് 2, അത് 3. നമ്മുടെ ട്രെയിൻ വന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ നമ്മുടെ ട്രെയിനിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ജനശതാബ്ദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണല്ലോ. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 2002 നവംബർ 1-നാണ്. ആ സമയത്ത് ഇത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയാണ് സർവീസ് ഉണ്ടായത്. പിന്നീട് 2009-ലാണ് ഈ വണ്ടി കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പിന്നെ ഈ ട്രെയിനിൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു കാര്യം സ്പീഡാണ്. കാരണം വന്ദേ ഭാരതൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. ഈ വന്ദേ ഭാരതൊക്കെ വരുന്നതിന് മുമ്പേ കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി തന്നെയാണ്. അപ്പം ഒരു വേഗത ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒന്നാമത്തെ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വേഗത ഇല്ലാതെ നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരത്, തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത്. 2ാമത് കാസർഗോഡ് വന്ദേ ഭാരത്. 3ാമതാണ് നമ്മുടെ ഈ ജനശതാബ്ദി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കാണല്ലോ. അപ്പം ഇത് ഈ പറഞ്ഞത് 1, 2, 3 സ്ഥാനത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന ട്രെയിനിൻ്റെ ആ ഒരു വേഗത പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരത് 2 മണിക്കൂർ 37 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. 2ാമത്തെ കാസർഗോഡ് വന്ദേ ഭാരത് 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. നമ്മുടെ ഈ ജനശതാബ്ദി 3 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഓടിയെത്തുന്നത്. ഈ വന്ദേ ഭാരതിനുള്ള അതേ പ്രയോറിറ്റി തന്നെ ഈ ഒരു ജനശതാബ്ദി എക്സ്പ്രസിനും ഉണ്ട്. അതെ. ആലപ്പുഴ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഞങ്ങളന്ന് ആലപ്പുഴ വന്ന സമയത്ത് താമസിച്ചത് ഈ ഒരു ഭാഗത്തായിരുന്നു. കുഴപ്പമില്ലാത്ത റൂമായിരുന്നത്. സമയം 8:42. ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ ചേർത്തല വെച്ച് നമ്മുടെ ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചുവേലി യോഗ് നഗരി ഋഷികേശ് എക്സ്പ്രസ്. ഇത് മൺസൂൺ ടൈമാണ്. ആ സമയത്ത് ഈ വണ്ടി 4:50-നാണ് അവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് വെച്ച് നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്തു. അരൂർ പാലം.
അതിലൂടെ ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ കണ്ട ഈ ഒരു ഡോറിൻ്റെ ഇവിടെയാണ് ചാർജിങ് പോയിന്റ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 205 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപം 9:17. മഴയുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണിത്. മെട്രോ ലൈനാണ് മേലോടെ ഉള്ളത്. ഒരു വണ്ടി ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ വന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ആലുവ, തൃശ്ശൂർ, അങ്ങനെയാണ്. ഷൊർണൂർ, തിരൂർ, കോഴിക്കോട് ഇത് 12:45 അപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ 1:45 തന്നെ വീണ്ടും തിരിച്ചത് തിരുവനന്തപുരത്തേക്ക് വരും. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ ഒരു കോച്ചുകളും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളിയാവും. നമ്മൾ വന്ന കോച്ച് ഇതാണ്. ബറോണി എറണാകുളം രപ്തിസാഗർ എക്സ്പ്രസ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. നിലവിൽ കൺസ്ട്രക്ഷൻ ആണല്ലോ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ, റെനോവേഷൻ. മൊത്തത്തിൽ ചളിയായിട്ടാണ് ഉള്ളത്. മഴ പെയ്ത് പോയതേ ഉള്ളൂ. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ മഴ നിൽക്കുന്ന ലക്ഷണമില്ല, വീണ്ടും കൂടി വരികയാണ്. നമ്മുടെ ഫ്ലാഗ് ഉള്ളത് ഇവിടെയാണ്. ഞങ്ങൾ ഈ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിലൂടെ ഒരു മെട്രോ പോവില്ല. അല്ലാത്ത സമയം ഇവിടെ വെറുതെ നിൽക്കുവാണെങ്കിൽ മെട്രോ തുരുതുരായിട്ട് പോകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, പക്ഷേ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ഇല്ലേ, ഈ ഒരു ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ഈ ഒരു കോച്ച് വെച്ചിട്ട് എത്ര കൊല്ലമായി ഓടാൻ തുടങ്ങിയിട്ടല്ലേ. ഈ ജനശതാബ്ദി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം സാധാരണക്കാർക്ക് വേഗത്തിലെത്താൻ ചെറിയ പൈസ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് ഈ പറഞ്ഞ ജനശതാബ്ദി എന്ന് പറഞ്ഞത്. കാരണം വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് നല്ല കോസ്റ്റ്ലിയാണ്. 130 രൂപ കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് ഇവിടെ എത്താല്ലേ. കാരണം ഇതിൽ ജനറലില്ല, റിസർവ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ TT ഫൈൻ അടിക്കും, അത് വേറെ കാര്യമാണ്. അങ്ങനെ നമുക്ക് സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കയറി TT ഒക്കെ പറഞ്ഞ് എക്സ്ട്രാ പൈസ ഒക്കെ കൊടുത്ത് വേണമെങ്കിൽ സീറ്റൊക്കെ കിട്ടും. അങ്ങനെ കോമൺ ആയിട്ട് ആൾക്കാർ പോകാറുണ്ട്. ഈ പറഞ്ഞു വന്നത് ഈ വേഗത്തിൽ എത്താമെന്ന് പറഞ്ഞു, പക്ഷെ എന്ത് കാര്യം, വണ്ടി പഴയൊരു ഇപ്പോഴും ഉണ്ട്. അത്ര പഴഞ്ചൻ പൊളിഞ്ഞ കോച്ചുകളുമായിട്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഓടുന്നത്. ചാർജർ ചെയ്യേണ്ട കാര്യം കാണിച്ചല്ലോ. അവിടെ ഇങ്ങനെ പോയിട്ട് കുത്തിയിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ. റിസർവ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഫോണില്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. പിന്നെ അല്ലാതെ അപ്പോൾ അതെല്ലാം LHP-യിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചു. എനിക്കൊന്നും LHP ആവാത്ത വണ്ടി മയിലാടുന്നൊരു ഒരു കോയമ്പത്തൂർ ജനശതാബ്ദി ഉണ്ട് തമിഴ്നാട്ടിൽ. അതിപ്പോ ഇതേപോലെ തന്നെ പഴയ ഒരു പഴഞ്ഞൻ കോച്ചാണ്. നമ്മുടെ കേരളത്തിൽ 2 LHP ആയിട്ടില്ല. അതുപോലെ തന്നെ ആവട്ടെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാം LHP തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഓടുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.